രണ്ടാമത്തെ സന്ദേശം ഗൾഫ് രാജ്യങ്ങൾക്കുള്ളതാണ്. നോക്കൂ, ഈ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇവിടെ കുറേ കാലമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് ഇഷ്ടമുള്ളിടത്ത് കയറി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംസ്കാരം ഇങ്ങനെ തുടരുന്നത് അനുവദിക്കാൻ പറ്റില്ല. നിങ്ങളാണ് ഇവർക്ക് ബേസുകൾ അനുവദിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ രാജ്യങ്ങളിലാണ് ഇവരുടെ സൈനിക കേന്ദ്രങ്ങളുള്ളത്. നിങ്ങൾക്കാകട്ടെ അമേരിക്കയുടെ മേൽ സ്വാധീനമുണ്ട്. നിങ്ങൾ അമേരിക്കയ്ക്ക് ട്രില്യൺ കണക്കിന് ഡോളർ കൊടുക്കുന്ന രാജ്യങ്ങളാണ്. നിങ്ങൾ അമേരിക്കയുമായിട്ട് വലിയ സൗഹൃദമുള്ള രാജ്യങ്ങളാണ്. നിങ്ങൾ അമേരിക്കയുടെ ബേസുകൾ ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളാണ്. നിങ്ങൾ അമേരിക്കയുടെ മേൽ ലിവറേജുള്ള, സ്വാധീനമുള്ള, സൗഹൃദമുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് അമേരിക്കയോട് പറഞ്ഞേക്കൂ, ഞങ്ങൾ പഴയതുപോലെ ഈ ഹിറ്റ് ആൻഡ് റൺ പ്രാക്ടീസ് ക്ഷമയോടെ അനുഭവിച്ചിരിക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. US ഞങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസുകൾ ഞങ്ങൾ ആക്രമിക്കാൻ മടിക്കുകയില്ല എന്ന സന്ദേശം ഗൾഫ് രാജ്യങ്ങൾക്ക് നൽകുകയും അതുവഴി അമേരിക്കയ്ക്ക് ആ സന്ദേശം നൽകുവാനാണ് ഇറാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഖത്തറുമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് പോവുക, ഖത്തറും ഇറാനും തമ്മിലൊരു സംഘർഷത്തിലേക്ക് പോവുക എന്നൊരവസ്ഥയിൽ ഇതുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സന്ദേശം ഇറാൻ നൽകിക്കഴിഞ്ഞു. ഇനി ഞാൻ മനസ്സിലാക്കുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ, അറബ് രാജ്യങ്ങളുടെ കോർട്ടിലാണ് പന്ത് കിടക്കുന്നത്. അവർ എങ്ങനെയാണ് ഇതിൽ മധ്യസ്ഥം വഹിക്കുന്നത്, ഈ പ്രശ്നം ഡീ എസ്കലേറ്റ് ചെയ്യാനുള്ള പരിശ്രമങ്ങൾ